ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഏറ്റവും പുതിയ നോവലാണ്. ഇതൊരു ചരിത്ര നോവലാണ്. ഇബിൻ ബത്തൂത്തയെപ്പറ്റി. അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞാൽ ഇദ്ദേഹം 14-ാം നൂറ്റാണ്ടിലെ എക്സ്പ്ലോററാണ്. ലോകം മുഴുവൻ സഞ്ചരിച്ച രണ്ടാമത്തെ സഞ്ചാരി എന്ന് പറഞ്ഞാൽ മാർക്കോ പോളോ 12-ാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ട് സഞ്ചരിച്ച സഞ്ചാരിയാണെങ്കിൽ രണ്ടാമത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച സഞ്ചാരിയാണ് ഇബിൻ ബത്തൂത്ത. മാർക്കോ പോളോ വെനീസിൽ നിന്ന് യാത്ര തിരിച്ച് ചൈന വരെ, ബെയ്ജിങ്, കുബ്ലൈ ഖാൻ്റെ കൊട്ടാരം വരെ എത്തുന്നു. അത് വ്യാപാര സംബന്ധമായ യാത്രയായിരുന്നു. യുദ്ധവും മറ്റ് കാരണങ്ങൾ കൊണ്ട് തിരികെ പോരാൻ കഴിയാതെയാണ് അദ്ദേഹം ബെയ്ജിങ്ങിൽ, ചൈനയിൽ എത്തിച്ചേർന്നത്. എന്നാൽ ഇബിൻ ബത്തൂത്ത ലോകം മുഴുവൻ കാണാനിറങ്ങിയ ആൾ തന്നെയാണ്. അതിനൊരു നിമിത്തമുണ്ടായി. അദ്ദേഹം ആദ്യം കാണാൻ ആഗ്രഹിച്ചത് മെക്കയാണ്. ലോകത്തിലന്ന് ആഫ്രിക്കൻ പ്രദേശത്തു നിന്നൊക്കെ ജിബ്രാൾട്ടർ കടലിലേക്ക് ഇന്ന് മെക്ക വരെയൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ അതിസാഹസികമായ കാര്യമായിരുന്നല്ലോ. എങ്കിലും ഇദ്ദേഹം കഴുതപ്പുറത്ത് കയറിയാണ് ആദ്യമായിട്ട് മെക്കയിലേക്ക് യാത്രയായത്. ഇബിൻ ബത്തൂത്ത മൊറോക്കോയിലെ പരമ്പരാഗത ക്വാഡി എന്ന് പറഞ്ഞാൽ ജഡ്ജി, ന്യായാധിപൻ കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഒരു ഇടപ്രഭു എന്ന് തന്നെ പറയാം. കൊട്ടാരത്തിലെ ഇദ്ദേഹത്തിൻ്റെ പിതാവ് അവിടുത്തെ ന്യായാധിപനും മറ്റുമായിരുന്നു. അങ്ങനെ വളരെ സമ്പത്തുള്ളൊരു ഫാമിലിയിൽ തന്നെയാണ് ഇദ്ദേഹം തിരിക്കുന്നത്. ഇദ്ദേഹം സഞ്ചരിച്ച് അവിടെ കെയ്റോയിലെത്തുമ്പോൾ ഒരു സൂഫിയെ കണ്ടു. അദ്ദേഹമാണ് പറഞ്ഞത്, നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിക്കും എന്ന്. അപ്പോൾ അന്ന് രാത്രിയിൽ പുള്ളി എങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. ഒരു പക്ഷിയുടെ ദേഹത്തിരുന്ന് മെക്കയിലേക്ക് സഞ്ചരിക്കുന്നതായിട്ട്. അത് ചിലപ്പോൾ അൾറാഷിഡിൻ്റെ 1001 രാവുകളിലെ കഥകൾ പോലെ അദ്ദേഹം അന്ന് വായിച്ചത്, അതിനോട് അനുബന്ധിച്ച് ഇങ്ങനെ ഒരു സ്വപ്നമുണ്ടായതാകാം. എന്നിരുന്നാലും അദ്ദേഹത്തിന് അവിടെ നിന്ന് അതിസാഹസമായ യാത്ര തിരിക്കുകയാണ് ലോകം മുഴുവൻ. മാർക്കോ പോളോ 1200 മൈൽ സഞ്ചരിച്ചെങ്കിൽ 7500 മൈലാണ് ഇബിൻ ബത്തൂത്ത സഞ്ചരിച്ചത്. മാർക്കോ പോളോ കണ്ടുപിടിച്ച കാര്യങ്ങൾ, പുതിയ ജീവികൾ, ജന്തുക്കൾ, യൂറോപ്പിലില്ലാത്ത പലതരം വൃക്ഷങ്ങൾ, പുഷ്പങ്ങൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ, ഇതെല്ലാം കണ്ട്, കാണ്ടാമൃഗത്തിനെ കണ്ട് അദ്ദേഹം പറഞ്ഞു, ഓ, ഇത് ചെറിയ ആനയാണെന്ന്. പിന്നെ ചൈനയുടെ ആ ഭാഗത്തും കണ്ട് ചെന്നപ്പോൾ, ഏഷ്യയിൽ എവിടെയോ ചെന്നപ്പം മുതലയെ കണ്ട് അദ്ദേഹം പറഞ്ഞത് സർപ്പമാണെന്ന്. തേങ്ങയെപ്പറ്റി ആൻഡമാൻ ദ്വീപിലെത്തുമ്പോൾ കോക്കനട്ട് കണ്ടിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കുരങ്ങിൻ്റെ തലയോളം വലിപ്പമുള്ള ഒരു ഫ്രൂട്ട് ഓരോ ഒറ്റത്തടി മരത്തിലുണ്ടായിരിക്കുന്നു. അങ്ങനെ അന്നത്തെ ലോകത്ത് അറിയപ്പെടാത്ത കാര്യങ്ങളൊക്കെ ആദ്യമായി കാഴ്ചവെച്ച ആളാണ് മാർക്കോ പോളോ, 12-ാം നൂറ്റാണ്ടിലെ സഞ്ചാരി. ഇത് 2016 DC ബുക്സ് പ്രസാദനം ചെയ്തതാണ്. അത് വീണ്ടും 2024, അതായത് 12 പുസ്തകങ്ങൾ, എൻ്റെ ചരിത്ര പുസ്തകങ്ങൾ കൈരളി ബുക്സ് കണ്ണൂർ പ്രസാദനം ചെയ്യുകയുണ്ടായി. അത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ പോൾ സക്കറിയ പ്രകാശനം ചെയ്തിരുന്നു. ആ പുസ്തകമാണിത്. അപ്പം ഇതിന് ശേഷമാണ് ഞാൻ ഈ സൂഫികളും സുൽത്താൻമാരും എഴുതുന്നത്. മാർക്കോ പോളോയുടെ തുടർച്ചയെന്നോണം എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിട്ട് വളരെ നാൾ കാത്തിരുന്ന് എഴുതിയതാണ്. ഇദ്ദേഹത്തെപ്പറ്റി വിവരണങ്ങൾ കിട്ടാൻ വളരെ വിഷമമായിരുന്നു. ഡയറി കുറിപ്പുകൾ മാത്രമേ ഉള്ളായിരുന്നെങ്കിലും അതിൽ നിന്നൊക്കെ കണ്ടുപിടിച്ച് എഴുതിയ രസകരമായ നോവലാണ്. സാഹസികവും
വളരെ സാഹസികമായ യാത്രയായിരുന്നു ഇദ്ദേഹത്തിൻ്റേത്. കഴുതപ്പുറത്തും പിന്നെ കുതിരപ്പുറത്തും പാക്കപ്പലുകളിലും ഒക്കെ കയറി ധാരാളം കവർച്ചക്കാരുടെ ഇടയിൽപ്പെട്ട് അവരോടൊക്കെ യുദ്ധം ചെയ്ത് കടൽ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അങ്ങനെ അപകടത്തിലൊക്കെ വന്ന് ഒരുപാട് പ്രയാസങ്ങളിലൂടെ പ്രയാണം ചെയ്ത് ഇന്ത്യയിലെത്തുകയും അവിടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ അതിഥിയായിട്ട് താമസിക്കുകയും ഒക്കെ ചെയ്തു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പറ്റി ഇന്ത്യൻ ചരിത്രത്തിൽ നാം കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം വളരെ ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും കാര്യങ്ങളും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ യാത്രാക്കുറിപ്പിൽ പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തിലെ ഇസ്ലാം രാജ്യങ്ങളെല്ലാം കാണുക, ഇസ്ലാം സംസ്കാരങ്ങൾ പഠിക്കുക എന്നതായിരുന്നു ഇബ്ൻ ബത്തൂത്തയുടെ പ്രധാന ലക്ഷ്യം. ഈ പുസ്തകം കണ്ണൂർ മാനേജിംഗ് ഡയറക്ടർ, അതായത് കൈരളിയുടെ മാനേജിംഗ് ഡയറക്ടർ അശോകുമാറിനെ ആയിട്ട് ബന്ധപ്പെട്ടാൽ ഈ പുസ്തകം ലഭ്യമാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ അന്നത്തെ യാത്രയുടെ എല്ലാ നിഗൂഢതകളും അല്ലെങ്കിൽ സാഹസികമായ യാത്രകളുടെ എല്ലാ വിവരണങ്ങളും ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടും. ഈ പുസ്തകം കൈരളി ബുക്സിനോട് ബന്ധപ്പെടുക. ഇത് വാങ്ങി എല്ലാവരും വായിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച സഞ്ചാരിയാണ് ഇദ്ദേഹം. മാർക്കോപോളോ പോകാത്ത സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 2500 മൈൽ മാർക്കോപോളോ സഞ്ചരിച്ചപ്പോൾ ഇദ്ദേഹം 7500 മൈലാണ് സഞ്ചരിച്ചത്. ആഫ്രിക്കയുടെ മിക്കവാറും മാലിയൊക്കെ എന്ന് വളരെ പ്രസിദ്ധമായ രാജ്യങ്ങളായിരുന്നു, വളരെ ധനമുള്ള രാജ്യങ്ങളായിരുന്നു ആ പ്രദേശങ്ങൾ. അങ്ങനെ ലോകത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ, സിലോൺ, ആൻഡമാൻ ദ്വീപുകൾ, അങ്ങനെ വളരെയധികം ലോകത്തിൽ ഒരുപാട് ആരും എത്തപ്പെടാത്ത സ്ഥലത്തൊക്കെ ഇദ്ദേഹം എത്തിച്ചേർന്നതാണ്. ദയവായി എല്ലാവരും ഈ പുസ്തകം വാങ്ങിച്ചു വായിക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. എല്ലാവർക്കും നന്ദി.